എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രകാശന്റെ കർണം തീർത്ത് ഭാനുമതി മുത്തശ്ശി ഒന്ന് പൊട്ടിക്കുകയാണ്. പ്രകാശ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നുള്ളത് അപ്രതീക്ഷിതമായ തല്ലായിരുന്നു. പ്രകാശനോട് തല്ലു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഭാനുമതി അമ്മയ്ക്ക് ബോധോദയം ഉണ്ടായത്. പക്ഷെ ഭാനുമതി അമ്മ പറഞ്ഞു, എടാ പ്രകാശ, ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക്. നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം നിനക്ക് തരാൻ പറ്റുമോ? വെള്ളം തരാൻ പറ്റുമോ? ഇതൊന്നും നിനക്ക് തരാൻ പറ്റില്ലോ. കിടക്കാൻ ഒരു കിടപ്പാടം തരാൻ പറ്റുമോ? ഇല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ നിന്റെ കൂടെ ഇറങ്ങി വരുന്നേ? ഇനി ഒരു കാരണവശാലും നിന്റെ കൂടെ വരാൻ പറ്റില്ല. ഇത് കേട്ടും പ്രകാശം പറഞ്ഞു, അമ്മ എന്ത് വർത്താനം പറയണേ? അമ്മയാണ് പോലും. എടാ, ഇപ്പോഴാണ് നിനക്ക് ആ ബോധം ഉണ്ടാകുന്നേ. ഇത്രയും കാലം നിന്നോടൊപ്പം ചേർന്ന് ഞാൻ ഇല്ലാത്ത കൊള്ളരുതായ്മകളെല്ലാം ചെയ്തു. പക്ഷെ അതിനുള്ള ശിക്ഷ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നേ. ആരോരും ഇല്ലാതെ ഈ വൃത്തസാന്നിധ്യത്തിൽ ഞാൻ കഴിയേണ്ട വന്നു. ഒരു പക്ഷേങ്കില് അന്ന് ഞാൻ ആ കല്യാണിയോടൊപ്പം നിൽക്കുമായിരുന്നെങ്കിൽ എനിക്കിന്ന് ഗതി വരത്തില്ലായിരുന്നു. എന്തൊക്കെ ക്രൂരതയാണ് ഞാൻ ചെയ്തേ. ഇനിയെങ്കിലും എനിക്ക് എന്റെ തെറ്റ് തിരുത്തണമെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, അമ്മേ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടത്തില്ല. കയറി കിടക്കാൻ ഒരു കിടപ്പാടുമില്ല. നിനക്കൊക്കെ വല്ല കടത്തിണ്ണയിലും പോയി അന്തി ഉറങ്ങാം. പക്ഷെ എന്റെ സ്ഥിതി അതല്ല. എനിക്കോ ആരുടെ ഒപ്പം പോയി കടത്തിണ്ണയിലോ ഒന്നിനും കിടക്കാൻ പറ്റില്ല. ഈ വയസ്സനാകാലത്ത് എനിക്കിനി അത് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരിടത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഒരു പക്ഷേങ്കില് കല്യാണി സമ്മതിക്കുമെങ്കിൽ ഞാൻ ഈ വൃത്തസ്ഥാനത്ത് തന്നെ നിൽക്കും. നിന്നോടൊപ്പം വരത്തില്ല എന്ന് പറയാണ്. പ്രകാശം പറഞ്ഞു, അമ്മ ഞാൻ പറയുന്നൊന്നും കേൾക്ക്. വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പോഴേക്കും കല്യാണി ഇങ്ങോട്ട് വന്നു. കല്യാണിന്റെ അടുത്ത് എന്നിട്ട് ഭാനുമതിയും പറഞ്ഞു, മോളെന്നോട് ക്ഷമിക്കണം. മാപ്പ് ചോദിക്കാൻ പോലും പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ മാപ്പ് ചോദിച്ചു പോവാ. അതിന് മാപ്പ് തരുമോന്ന് പോലും എനിക്ക് അറിയില്ല. അത്രമാത്രം ക്രൂരതകൾ നിന്നോട് ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഇത്തിരി ഇല്ലാത്തപ്പോ തൊട്ട് ഞാനത് ചെയ്യാൻ തുടങ്ങിയതാ. പക്ഷെ ഇപ്പോഴാണ് എനിക്കത് ബോധ്യമാകുന്നേ. പെൺകുട്ടികളെ വെറുത്ത ഞാൻ അവസാനം ഒരു പെൺതുണ വേണ്ടി വന്നിരിക്കുന്നു എന്നൊരു സത്യം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നോട് പൊറുക്കണം മോളെ. എനിക്ക് മാപ്പ് എന്തെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നെ ഇവിടെ താമസിപ്പിക്കാനായിട്ട് അനുവദിക്കണം. എനിക്ക് പോകാൻ വേറെ ഒരു ഇടവില്ലാത്തോണ്ടാ. എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. ഇനിയിപ്പോ മോൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം. എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം. പ്രകാശം പറഞ്ഞു, അമ്മയ്ക്ക് നാണമില്ലേ ഇവളുടെയൊക്കെ കാല് പിടിച്ച് ഇവിടെ നിൽക്കാനായിട്ട്? ദേ പ്രകാശ, ഇനി നീ മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. നിന്നെ 10 മാസം വയറ്റി ചുമന്ന് പ്രസവിച്ച് ഞാനാ. പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുമായിരുന്നു ആ സമയത്ത് എനിക്കൊരു പെണ്ണ് ജനിച്ചിരുന്നെങ്കിലെന്ന്. അങ്ങനെ ജനിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരില്ലായിരുന്നു. വൃത്തസാധനങ്ങൾ കയറി നിരങ്ങേണ്ടി വരത്തില്ലായിരുന്നു. ഒരുപക്ഷെ അവളെന്നെ നോക്കിയേനെ. എന്തിനേറെ പറയുന്നു, എനിക്ക് വന്ന മരുമക്കളെങ്കിലും ഞാൻ നേരെ വണ്ണം നോക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു പറയണം. ഓഹോ, അമ്മ ഇപ്പൊ ഇവളോടൊപ്പം അല്ലേ? നിന്നോ അമ്മേ, അമ്മ നിന്നോ. കല്യാണോട് പറഞ്ഞു, ഇപ്പൊ നീ എന്റെ ശത്രുവാടി. നീ എന്റെ ഒന്നാമത്തെ ശത്രു. ഇതേ ഇവളോടൊപ്പം കൂടുന്ന എല്ലാവരും എന്റെ ശത്രുക്കളാ. ആ ശത്രുക്കളുടെ പട്ടികയിൽ അമ്മയും ചേർന്നിരിക്കുക. ഇനി എന്നെ മകനെന്ന് വിളിച്ചോണ്ട് എന്റെ പുറകെ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഭാനുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കാരണം ഇത്രയും കാലം ചക്കര തേനെ പാലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെ നോക്കി വളർത്തിക്കൊണ്ട് വന്നതാ. പ്രകാശന്റെ ആപത്ത് വന്നപ്പം പോയി തെണ്ടി തിരിഞ്ഞിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ നടക്കാനുള്ള പൈസയെ കൊണ്ടുവന്നാ. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ. അവസാന നിമിഷമാണ് ഭാനുമതി അമ്മയ്ക്ക് ബോധോദയം ഉണ്ടാകുന്നത്. താൻ ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്. ആയ കാലത്തൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സമയം അവിടെ നിന്നിരുന്നവരൊക്കെ പറഞ്ഞു, അല്ല ഭാനുമതിയുടെ ആരാ ഈ മോളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഭാനുമതിയമ്മയുടെ കണ്ണ് നിറഞ്ഞു വന്നു. എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ല. ആരാന്നാ പറയണ്ടേ? തന്റെ കൊച്ചുമോളാന്ന് പറഞ്ഞാൽ ഇവര് തന്നെ ഇവിടെ നാട്ടി ഇറക്കും. കാരണം ഇവർക്ക് പോലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. ഇത്ര നല്ലൊരു കൊച്ചുമോളെയാണല്ലോ താന് ഇത്രയും കാലം ദ്രോഹിച്ചെന്ന് ഓർത്തിട്ട്. ഭാനുമതിയമ്മ പറഞ്ഞു, അത് പിന്നെ അവർക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് കല്യാണി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഭാനുമതി അമ്മ അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ടും കല്യാണി ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് കല്യാണി അങ്ങോട്ട് ചെന്നിട്ട് തന്റെ പ്രസംഗം തുടരുവാണ്. അവരോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയം ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വീണ്ടും കയറി ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല. എനിക്കറിയാം എനിക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുവാന്ന് പറയാണ്. ചെയ്ത തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിനെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം കല്യാണി ചേർത്ത് പിടിച്ചു. കല്യാണിക്ക് കണ്ണ് നിറഞ്ഞു വന്നു. കാരണം എത്രയെന്ന് പറഞ്ഞാലും കല്യാണിയുടെ മനസ്സ് കല്ലല്ല. അതുകൊണ്ട് കല്യാണിക്ക് പൊറുക്കാനും ക്ഷമിക്കാതെ ഇരിക്കാതെ പറ്റില്ല. പിന്നീട് കല്യാണി പറഞ്ഞു, ഇവിടുന്ന് പോണ്ട, ഇവിടെ തന്നെ നിന്നു. ഇവിടുത്തെ മാഡത്തിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാന്ന് പറയണം.
ഇത് കേട്ട ഭാനുമതിയമ്മ പറഞ്ഞു, 100 കോടി പെണ്ണും കിട്ടി മോൾക്ക്. ഞാൻ ചെയ്തു വെച്ച ദ്രോഹങ്ങൾ വെച്ചാണെങ്കിൽ എന്നെ ഇവിടെ ഇതിന്റെ 7 അയലക്കത്ത് പോലും മോള് നിർത്തേണ്ടതല്ല. എന്നെ നോക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് മോൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞല്ലോ. അത് തന്നെ നല്ല കാര്യമുണ്ട്. ഒരിക്കലും ഇതിനുള്ള അർഹത പോലും എനിക്കില്ലാന്നറിയാം എന്നൊക്കെ പറയണ. കല്യാണി പറഞ്ഞു, ഇനിയെങ്കിലും ഒരു മനുഷ്യശ്രീയായിട്ട് ജീവിക്കാൻ നോക്ക്. പെൺകുട്ടികളെ കാണുമ്പോൾ ആ ഒരു അകൽച്ച ഉണ്ടല്ലോ, ഇനിയെങ്കിലും മാറ്റിവെക്ക്. ആൺകുട്ടികളുണ്ടെ മാത്രമേ ജീവിതം നന്നായിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ അവരെ വയസ്സനാം കാലത്ത് നോക്കുള്ളൂ എന്നുള്ള ചിന്ത അതൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കളാം. അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇന്നത്തെ കാലത്ത് രണ്ടും ഒരേപോലെയാണ്. അവരെ ഒരേ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് പഠിക്കണം. അല്ലാതെ ഒരു വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആപത്ത് കാലത്ത് ആരാ സഹായിക്കുന്നത്, ആരാ കൂടെ ഉണ്ടാവുന്നത് ഒന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയണം. പിന്നീട് കല്യാണി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം അവിടുത്തെ മേഡം വന്നിട്ട് പറഞ്ഞു, അതെ അവർ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളെ ഇവിടെ ഇനി താമസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഭാനുമതിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. പിന്നീട് കല്യാണി നേരെ ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ കാദംബരി ദീപങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കാദംബരി ചോദിച്ചു, അല്ല കല്യാണി എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കുറച്ച് സമയമായിരുന്നു പോയിട്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വൃദ്ധസാധനത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യം. എല്ലാ മാസം അവിടത്തേക്ക് വേണ്ട പണമൊക്കെ അടയ്ക്കുന്നുണ്ടെന്ന് പറയണം. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടെന്ന് പറയാണ്. പിന്നീട് ഭാനുമതി അമ്മേനെ കുറിച്ച് പറയണം. അവർ തന്റെ അരിയിലേക്ക് വന്ന് ക്ഷമ ചോദിച്ചു പ്രകാശിന്റെ അവസ്ഥ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആ ദേവ് പറഞ്ഞു, ദൈവമായിട്ട് കൊടുത്ത ശിക്ഷ അതെനിക്കൊന്ന് കാണാൻ പറ്റിയില്ലോ മോളെ. ആ പ്രകാശന്റെ അവസ്ഥ അവൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അവൻ കടത്തിണ്ണേലല്ല കിടക്കണ്ടേ. അവന് കടത്തിണ്ണേ പോലും കിടക്കാനുള്ള യോഗ്യതയില്ല. അത്രമാത്രം എന്റെ മോളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ മോള് തൊഴുത്തുകൂട്ടി കിടത്തിയവനാ. അവനും അവന്റെ അമ്മയും കൂടെ കൂടി ചേർന്നിട്ട്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയണ. കല്യാണി പറഞ്ഞു, പോട്ടേമ്മേ, അതിനുള്ള ശിക്ഷയൊക്കെയല്ലേ കൊടുത്തിരിക്കുന്നേ. കാദംബരി പറഞ്ഞു, ഇതേ ഒരു മനമാറ്റം ഉണ്ടായെന്ന് നീ വിശ്വസിക്കണ്ട കേട്ടോ. നിന്റെ അമ്മൂമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ മനമാറ്റം ഉണ്ടാകാൻ പോകുന്നതില്ല. അവർ മിക്കവാറും ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് വെച്ച് അവർ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും മനമാറ്റം അഭിനയിച്ചിരിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അത് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അവരുടെ മകനെയും കൊച്ചുമോനെ കണ്ടു കഴിയുമ്പോഴത്തേനും അവർ നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് അവരോടൊപ്പം ചേരും. അറിയാലോ, ഒന്നല്ല രണ്ടല്ല പല അനുഭവങ്ങളുണ്ട് കല്യാണി. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും വേണം അവരോട് അടുത്ത് ഇടപെടുകാനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ഈ തവണ അല്ലാന്ന് അങ്ങനെയല്ലാന്ന് തോന്നേ. അവരുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നേ. നല്ല രീതിയിൽ അവശതയായിട്ടുണ്ട്. പണ്ടത്തെ ആ ആരോഗ്യമൊന്നും ഇല്ല. ഇപ്പൊ എഴുന്നേറ്റ് നടന്നൊരു ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായി. കിടപ്പ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആര് നോക്കും? അതൊക്കെ അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നേ. ദീപ പറഞ്ഞു, ഞാൻ എന്തായാലും കാദംബരി മോളോടൊപ്പാ. അവള് പറഞ്ഞോടാ ഞാൻ യോജിക്കത്തുള്ളൂ. കാരണം ഒരിക്കലും ആ സ്ത്രീക്ക് അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? കല്യാണി ഒരിക്കലും ഇല്ലാന്ന് പറയണ. കല്യാണി പറഞ്ഞ ശരിയായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷെ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അവർക്ക് സംഭവിച്ച ദുരന്തത്തെ കരുതിയായിരിക്കും. ഇനി ഈ വയസ്സനാങ്കാലത്ത് എങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് തിന്നാനായിട്ടാ? കയറി കിടക്കാൻ്റെ സ്ഥലമില്ല. മക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് കരുതിയിട്ട് ജീവിക്കാൻ പറ്റില്ല. മകനുള്ളതാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കൊച്ചുമകനാണെങ്കിലോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ ഒരവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകയുള്ള ആശ്രയം വൃദ്ധസദനം മാത്രമാണ്. അതുകൊണ്ടാണ് അവരവിടെ കഴിയണേന്ന് പറയാണ്. ഇത് കേട്ടപ്പം കാദംബരി പറഞ്ഞു, ശരിയായിരിക്കും, കല്യാണി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല എന്ന് പറയാണ്. എത്രയായെന്ന് പറഞ്ഞാലും അണ്ണാ മൂത്താലം മരങ്കേറ്റം മറക്കുമെന്ന് പറഞ്ഞ പോലെ അവരുടെ പഴയ സ്വഭാവം മാറാനായിട്ട് പോകുന്നില്ല എന്ന് പറയാം. കല്യാണി പറഞ്ഞു, ഒരു നേരത്തെ ആഹാരത്തിന് വന്ന് മുന്നിൽ വന്ന് കൈനീട്ടിയതല്ലേ, നമ്മൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ പ്രത്യേകിച്ച് കുറെ അന്താവാസികളുണ്ട്, അവരോടൊപ്പം കഴിയട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പം കാദംബരി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അധികം അങ്ങോട്ട് ഉപകാരം ചെയ്തു കൊടുക്കാനൊന്നും പോകണ്ടെന്ന് പറയണം. കല്യാണി പറഞ്ഞേ, അങ്ങനെ പോകുന്നില്ല, അവിടെ നിൽക്കട്ടെ. അവിടെ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും തന്നെ പഠിച്ചോളും. അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകളും വേവലാതികളും വിഷമങ്ങളും എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ തനിക്ക് കിട്ടിയ സുസൗകര്യം എത്രമാത്രം വലുതായിരുന്ന് അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർ ഇത്രയും കാലം ചെയ്ത ക്രൂരതകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ഇനി അവരവിടെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ്. ഈ സമയം പ്രകാശൻ ആകെപ്പാടെ തളർന്നു പോവാണ്. പ്രകാശന്റെ മനസ്സിലേക്ക് പല ചിന്തകൾ. ഇത്രയും കാലം കൂടെ താൻ ചേർത്ത് പിടിച്ച അമ്മയാണ് തന്നെ ഇപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആരോരും ഇല്ലാത്തൊരവസ്ഥ. മകനാണെങ്കിലോ അവനെ വിളിച്ചിട്ട് ഫോണ് പോലും എടുക്കുന്നില്ലാത്തൊരവസ്ഥ. അവസാനം ഗതിയില്ലാതെ വീണ്ടും വിക്രത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും വിക്രം കോൾ എടുക്കുകയാണ്. പിന്നീട് പ്രകാശം പറഞ്ഞു, എടാ നീ എവിടെയാ, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണമെന്ന് പറയണം. അങ്ങനെ വിക്രത്തിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ചെന്നു ചോദിച്ചു, നീ എവിടെയായിരുന്നടാ? നിന്നെ എത്ര വട്ടം ഞാൻ വിളിച്ചെന്നറിയാവോ? എന്നാലും കുറച്ച് കടന്നു കൈയായി പോയിട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കിയില്ലോ. എനിക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും നീ നോക്കിയില്ലോ എന്ന് പറയാ. എൻ്റെ അച്ഛാ, അതിന് ഞാൻ കോൾ എടുക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ആ ഹോസ്പിറ്റലിലെ ഒരു വാർഡ് ഞാൻ അഡ്മിറ്റ് ആയിരുന്നു പറയാണ്. അഡ്മിറ്റ് ആയിരുന്നു? അതെ, ആ കിരൺ എന്നെ തല്ലി ഒതുക്കി ഇട്ടിരിക്കുമായിരുന്നു.
അതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനോട് പറയായിരുന്നേ, അച്ഛനെന്ന് അറിഞ്ഞാൽ വിഷമാവില്ലെന്ന് കരുതിയാന്ന് പറയാം. എടാ മോനെ, നീ എന്തിനാടാ അവൻ നിന്നെ തല്ലിയെന്നൊക്കെ ചോദിക്കാം. എന്തിനാ? അവന്റെ ദേഷ്യം തീർത്താന്ന് പറയാം. ഇതും കൂടെ കേട്ട് പ്രകാശനോ ഒന്നുകൂടെ ദേഷ്യം ഇരട്ടിച്ചു. എടാ, എല്ലാരും നമ്മളെ ഉപേക്ഷിച്ചിടാം. ഇപ്പൊ എന്റെ അമ്മ പോലും ആ കല്യാണിന്റെ ഭക്ഷണം ചേർന്നിരിക്കുക. ആരമ്മൂമ്മയാ? അതെ, ഒന്നും പറയണ്ട. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇനി ഒന്നിനെ പോലും വെറുതെ വിടല്. ആ കല്യാണി, കിരണ്, പിന്നെ ആ കാർത്തിക, ആ ലക്ഷ്മി, എല്ലാത്തിനും തീർത്തേരടാ. ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല, എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ആ സരുവിനെ കൂട്ടുപിടിച്ചോ, എന്തിനു വേദന നിന്നോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. നീ ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കോ എന്നൊക്കെ ദുഷ്ടനായ ആ പ്രകാശൻ പറയാണ്. പ്രകാശനെ കിട്ടിയതൊന്നും പോരാ, ഇനിയും പ്രകാശനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രകാശൻ ചെയ്ത് കൂട്ടുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇത് കൂടാതെ ഞാൻ അബിയുടെയും ജാനകിയുടെയും ആദർശിന്റെ നയനയുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം 7 മണി തൊട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ എല്ലാവരും അത് കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.